ഹൃദയം തകർന്ന വേദനയോടെ അന്ന സെബാസ്റ്റ്യന്റെ അമ്മ അനിത EY കമ്പനി മേധാവികൾക്കെഴുതിയ കത്താണ് തൊഴിൽ ഭാരത്തെപ്പറ്റി ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അന്നയ്ക്കുണ്ടായത് മറ്റൊരാൾക്കും ഉണ്ടാകരുത്. പെറ്റ വയറിന്റെ നൊമ്പരം ഇനിയും ആവർത്തിക്കരുത്. കണ്ണു നിറച്ചുകൊണ്ട് മാത്രമേ ആ കത്ത് നമുക്കും വായിച്ച് പൂർത്തിയാക്കാനാകൂ. മകളുടെ മരണം താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഇനി ഒരു രക്ഷിതാവിനും ഈ ഒരു അവസ്ഥ ഉണ്ടാകരുതെന്ന പ്രതീക്ഷയോടെയാണ് ഈ കത്തെഴുതുന്നത്. കഴിഞ്ഞ വർഷം നവംബർ 23-നാണ് എന്റെ മകൾ അന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസി പരീക്ഷ പാസ്സായത്. മാർച്ച് 19-ന് പൂനെയിലെ കമ്പനിയിൽ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ഭാവിയെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുള്ള കുട്ടിയായിരുന്നു അവൾ. EYയിലേത് അവളുടെ ആദ്യത്തെ ജോലിയാണ്. ഇന്ത്യയിലെ തന്നെ വലിയൊരു കമ്പനിയുടെ ഭാഗമായതിൽ അവൾ ഏറെ സന്തോഷിച്ചിരുന്നു. എന്നാൽ ജോലിയിൽ പ്രവേശിച്ച് 4 മാസം കഴിഞ്ഞതോടെ അന്നയുടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. ജൂലൈ 24-ന് എന്റെ മകൾ മരിച്ചെന്ന വാർത്തയാണ് ഞങ്ങൾ കേട്ടത്. വെറും 26 വയസ്സായിരുന്നു ഞങ്ങളുടെ കുട്ടിക്ക്. കുട്ടിക്കാലം മുതലേ ഒരു പോരാളിയായിരുന്നു എന്റെ മകൾ. സ്കൂളിലും കോളേജിലും ടോപ്പറായിരുന്നു. EYക്ക് വേണ്ടി രാപ്പകലില്ലാതെ പണിയെടുത്തു. വിശ്രമമില്ലാതെയുള്ള ജോലി അവളെ ശാരീരികമായും വൈകാരികമായും മാനസികമായും തളർത്തി. ഉറക്കം പോലും നഷ്ടപ്പെട്ടു. ജൂലൈ 6-ന് അവളുടെ CA കോൺവെക്കേഷനായി ഞാനും അവളുടെ അച്ഛനും പൂനെയിലെത്തി. അതിനു മുൻപൊരു ദിവസം നെഞ്ചുവേദന കാരണം താമസ സ്ഥലത്തേക്ക് അന്ന വൈകിയാണ് വന്നത്. അവളെ ആശുപത്രിയിൽ കാണിച്ചു. ECG നോർമലായിരുന്നു. ഉറക്കക്കുറവും ഭക്ഷണക്രമം ശരിയല്ലാത്തതുമാണ് പ്രശ്നമെന്ന് ഡോക്ടർ പറഞ്ഞ് മരുന്നും നൽകി. ജൂലൈ 7 ഞായറാഴ്ചയായിരുന്നു കോൺവെക്കേഷൻ. അന്നും അന്ന ജോലിത്തിരക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ ചടങ്ങിലെത്താൻ വൈകി. ജോലി ചെയ്തുണ്ടാക്കിയ പണം കൊണ്ട് ഞങ്ങളെ കോൺവെക്കേഷന് കൊണ്ടുപോകണമെന്നത് അവളുടെ വലിയ സ്വപ്നമായിരുന്നു. ആ 2 ദിനങ്ങൾ അവൾക്കൊപ്പമുണ്ടായിരുന്ന അവസാന നിമിഷങ്ങളാണെന്ന് ഓർക്കുമ്പോൾ നെഞ്ചു വിങ്ങുകയാണ്. ജോലിഭാരം കാരണം അന്നും അവൾക്ക് ഞങ്ങളോടൊപ്പം സ്വസ്ഥമായിരിക്കാനായില്ല. അന്ന കമ്പനിയിൽ ജോലിക്ക് കയറിയപ്പോൾ തന്നെ പലരും ജോലിഭാരം കാരണം അവിടം വിട്ടു പോയിരുന്നു. ആ പേരുദോഷം അന്ന മാറ്റണമെന്നാണ് മാനേജർ അവളോട് പറഞ്ഞത്. അതിന് എൻ്റെ മകൾക്ക് നൽകേണ്ടി വന്നത് അവളുടെ ജീവനാണ്. ഇതാണ് അന്ന സെബാസ്റ്റ്യന്റെ അമ്മ എഴുതിയ കത്ത്. EY കമ്പനിക്കെതിരെ കൂടുതൽ പരാതികളും വരികയാണ്. അന്ന നേരിട്ടത് സഹിക്കാനാകാത്ത ജോലി സമ്മർദ്ദമായിരുന്നുവെന്നാണ് സുഹൃത്ത് ആൻമേരി പറഞ്ഞത്. 16 മണിക്കൂറിലധികമാണ് ജോലി ചെയ്തത്. പരാതി നൽകിയാൽ പ്രതികാര നടപടിയുണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടി ജീവനക്കാരി ചെയർമാൻ അയച്ച ഇമെയിലും പുറത്തുവന്നു. അതെ, എപ്പോഴും പറയുമായിരുന്നു ലൈക്ക് അതായത് ഫുൾ ടൈം വർക്കാണ്. അവൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാനുള്ളൊരു സമയമില്ല. ഫുൾ ടൈം വർക്കാണ്. ഓഫ് സീസൺ ഓൺ സീസൺ അങ്ങനെ ഒന്നും ഇല്ല. എപ്പോഴും വർക്കാണ്. 16 hours ഒക്കെയാണ് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ മടുത്തു. അപ്പം ഞാൻ ഇങ്ങനെ നമ്മൾ HR അടുത്ത് റിപ്പോർട്ട് ചെയ്യാനൊക്കെ ഞാനിങ്ങനെ സജസ്റ്റ് ചെയ്തപ്പം അവിടെ എല്ലാവരും ഇങ്ങനെ ചെയ്യാനാണ് അവർ പറയണത്. അവർക്ക് ഹെൽത്ത് ഇഷ്യൂസോ ഒന്നും അവരുടെ ഒരു കൺസേൺ പോലും അല്ലായിരുന്നു. ജോലി സമയം ക്രമീകരിക്കണമെന്നാവശ്യപ്പെട്ട അന്നയുടെ അമ്മ അനിത അഗസ്റ്റിൻ EY കമ്പനിക്ക് കത്തു നൽകി. ആ കത്താണ് നമ്മൾ തുടക്കത്തിൽ കണ്ടത്. ഇനിയൊരു മകൾക്കും ഈ അവസ്ഥ ഉണ്ടാകരുത്. എല്ലാ അമ്മമാർക്കും വേണ്ടിയാണ് താൻ ഈ കത്തെഴുതിയതെന്നാണ് അനിത റിപ്പോർട്ടറിനോട് പറഞ്ഞത്. നമുക്ക് ആ അമ്മയുടെ വാക്കുകളൊന്ന് കേൾക്കാം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇങ്ങനെയൊരു ലെറ്റർ വിട്ടത് ഇനിയൊരു കൊച്ചിനിങ്ങനെ എൻ്റെ മോളുടെ പോലെ ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. അവരൊറ്റ ഉദ്ദേശമുള്ളൂ. വേറെ ഞങ്ങൾക്ക് ഇതിനകത്ത് വേറെ ഒരു ഡിമാൻഡ്സും ഇല്ല, ഒന്നുമില്ല. അവർക്ക് ഒരു മിനിമം ടൈം അവർക്ക് ലീവ്, റിലാക്സ് ചെയ്യാൻ വീക്കെൻഡ്സ് ഇതൊക്കെ കൊടുക്കണം. ടൈമിങ്സ് വേണം. ജോലി സ്ഥലത്ത് ടൈമിങ്സ് വേണം. ഇന്ത്യയിൽ മാത്രം പിള്ളേർ ഫേസ് ചെയ്യണ ഈ ബുദ്ധിമുട്ട് വേറെ ഒരു രാജ്യത്തും പിള്ളേർക്ക് ഇപ്പോൾ ഈ EY തന്നെ പുറത്തുള്ള ഒരു EYയും ഇങ്ങനെ പിള്ളേരെ പണിയിപ്പിക്കില്ല. നമ്മുടെ പിള്ളേർക്ക് കുറച്ചെങ്കിലും ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എൻവയറൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിങ് ലേബി സജീന്ദ്രൻ. ലേബി ഒരു അമ്മയാണ്, ഞാനും ഒരു അമ്മയാണ്. ഒരമ്മ മകൾ നഷ്ടപ്പെട്ട വേദനയിൽ എഴുതിയ കത്താണ് നമ്മൾ തുടക്കത്തിൽ കേട്ടത്. വിവിധ തൊഴിൽ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളിൽ ആ 26-കാരിയെ പോലെ സമ്മർദ്ദം അനുഭവിക്കുന്ന അനവധി ആളുകൾ ഇപ്പോൾ ഈ പരിപാടി തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാകാം. അവർക്കും സമാനമായ അനുഭവങ്ങൾ പങ്കുവെക്കണമെന്നുണ്ടാകാം. പക്ഷേ അവർ ചെയ്യുന്ന ജോലി അവർക്ക് തുടരേണ്ടതിനാൽ പറയാതിരിക്കുന്നതാകാം. ഇനിയൊരു അന്ന ആവർത്തിക്കാതിരിക്കാൻ ഈ തൊഴിൽ മേഖലകളിലെ സമ്മർദ്ദം ഒഴിവാക്കാനുള്ള നടപടികൾ അതുണ്ടാകണമെന്ന് കൂടുതൽ പേർ ആഗ്രഹിക്കുന്നു എന്നതല്ലേ ഇപ്പോൾ പുറത്തു വരുന്ന പരാതികളിൽ നിന്ന്. അതും EYക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്ന ഒരു കൃത്യമായ പരാതിയുടെ സ്വഭാവമുള്ള പ്രതികരണമല്ലേ നമ്മൾ കണ്ടത് ലേബി?
തീർച്ചയായും സുജയ, പല ഭാഗത്തു നിന്ന് ഈ സംഭവത്തെ തുടർന്ന് പരാതികൾ ഉയരുന്നുണ്ട്. പലർക്കും ഭയമാണ്. നമ്മൾ തന്നെ കൊച്ചി ഇൻഫോ പാർക്കിലുള്ള ഇവയുടെ ഓഫീസിലെ അവിടെ ജോലി ചെയ്യുന്ന പലരെയും നമുക്കറിയാം. ബന്ധപ്പെട്ടെങ്കിലും അത്രത്തോളം ഭയപ്പെടുകയാണ് നമ്മളോടൊന്ന് സംസാരിക്കാൻ. നമ്മൾ മുഖം മാസ്ക് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും എല്ലാവർക്കും ഭയമാണ്. ജോലി നഷ്ടപ്പെടുമെന്നാണ് അവർ പേടിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഒരു തടവറ പോലെയാണ് അതിനുള്ളിലെ തൊഴിൽ ജീവിതം എന്നത് വ്യക്തമാണ്. ഇപ്പോൾ നമ്മൾ അമ്മയുടെ പ്രതികരണം കേട്ടു. സുജയ ഓർക്കണം, അതിവൈകാരികമായാണ് ആ അമ്മ പ്രതികരിച്ചിരിക്കുന്നത്. അമ്മ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളെ നഷ്ടപ്പെട്ടു, ഇനിയൊരു അമ്മയ്ക്കും ഈ ഗതി ഉണ്ടാവരുത്. അവർ EY കമ്പനിയോട് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ തൊഴിൽ സമയം നിജപ്പെടുത്തണമെന്നാണ്. ഒരു അമ്മയുടെ ശക്തമായ ആവശ്യമാണ് തൊഴിൽ മേഖലയോട്. ഈ കോർപ്പറേറ്റ് പീഡനത്തിന്റെ ഇരയാണ് തന്റെ മകൾ, മറ്റൊരു അമ്മയ്ക്കും തന്റെ ഗതി വരരുത് എന്ന് കൃത്യമായി അവർ പറയുന്നു. അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട് EY കമ്പനി മകളുടെ മരണത്തെ തുടർന്ന് ഇത് ഇത്രയും ചർച്ചയായപ്പോൾ പല കോണിൽ നിന്നും അഭിപ്രായം ഉയരുന്നുണ്ട്. ഇത്രത്തോളം സമ്മർദ്ദമാണെങ്കിൽ എന്തിനാണ് മകൾ അവിടെ ജോലി ചെയ്തത് എന്ന്. അതിനുത്തരം കൃത്യമായും നമുക്ക് പറയേണ്ടതുണ്ട് സുജയ പ്രേക്ഷകരോട്. കാരണം വളരെ മിടുക്കിയായ, പഠിത്തത്തിൽ അതിസമർത്ഥയായ കുട്ടിയായിരുന്നു അന്ന. സ്കൂൾ ടോപ്പർ, കോളേജ് ടോപ്പർ. ഈ CA കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക്, ഒരു വിദ്യാർത്ഥിനിക്ക് സ്വപ്നം കാണാവുന്ന ഏറ്റവും വലിയ ലെവലിലുള്ള ഒരു ജോലിയാണ് EYയിൽ കിട്ടിയത്. EYയിൽ ജോലി ചെയ്യുന്നു, മാർച്ച് 1 ജോലി ചെയ്യുന്നു. മാർച്ച് 1 ചെന്ന സമയത്ത് തന്നെ അവിടുത്തെ തൊഴിൽ സാഹചര്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണ അന്നയ്ക്ക് ലഭിക്കുകയാണ്. അന്നു മുതൽ മാതാപിതാക്കളുമായി ഇത് സംസാരിക്കുന്നുണ്ട്. അപ്പോഴെല്ലാം മാതാപിതാക്കൾ കുട്ടിയോട് തിരിച്ചു പോരാൻ പറയുന്നുണ്ട്. പക്ഷെ അവിടെ ഓർക്കേണ്ടതുണ്ട് സുജയ, EY പോലുള്ള ഒരു കമ്പനി, അതൊരു സ്വപ്ന തുല്യമായ ഒരു കമ്പനിയിൽ ജോലി ലഭിക്കുന്നു. അതും വളരെ മിടുക്കിയായ ഒരു കുട്ടിക്ക് അവിടെ ജോലി ചെയ്ത് 1 വർഷമെങ്കിലും തികയാതെ അവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ ഉണ്ടാകുന്ന മുന്നോട്ടുള്ള തൊഴിൽ സാധ്യതകളിൽ അതൊരു ഡ്രോബാക്കായി, ഒരു കരിനിഴലായി മാറും എന്നുള്ളൊരു ഭയം ആ കുട്ടിക്ക് ചിലപ്പോൾ വന്നിരിക്കാം. അത് ആ ഒരു എക്സ്പോഷർ ഉപയോഗപ്പെടുത്തി ഇറങ്ങാനുള്ള വളരെ ഡെഡിക്കേറ്റഡ് ആയ ഒരു കുട്ടിയുടെ പ്രതികരണമായിരുന്നു അവിടെ തുടരാനുള്ള തീരുമാനം. പക്ഷെ ആ തീരുമാനം മുന്നോട്ട് കൊണ്ടുപോകാൻ നിർഭാഗ്യവശാൽ സാധിച്ചില്ല. കാരണം 16-17 മണിക്കൂറാണ് ആ കുട്ടിക്ക് ജോലി ചെയ്യേണ്ടി വന്നത്. അമ്മയോട് ദിവസവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു. അവരെല്ലാ ദിവസവും വൈകിട്ട് വീഡിയോ കോൾ ചെയ്യുമായിരുന്നു തമ്മിൽ. അപ്പോഴെല്ലാം പറയുന്നുണ്ട്, ചില ദിവസം 1:30-ക്കും 2 മണിക്കും ഒക്കെ വന്ന് ഇട്ട വസ്ത്രം മാറാൻ പോലും സാധിക്കാതെ തളർന്നു വീഴുകയായിരുന്നു ബെഡിലേക്ക്. തൊട്ടടുത്ത ദിവസം പുലർച്ചെ വീണ്ടും ജോലിക്ക് ഇറങ്ങണം. ശനിയും ഞായറും അവധിയാണെന്നാണ് വൈപ്പ് അവധി നൽകിയിട്ടുമുണ്ട്. പക്ഷെ ഒരു ദിവസം പോലും മാർച്ച് മുതൽ ഈ കുട്ടിക്ക് അവധി ലഭിച്ചിട്ടില്ല. ആ 2 ദിവസങ്ങളും ശനിയും ഞായറും രാവും പകലും ചെയ്യാനുള്ള ജോലികളാണ് കൊടുത്തിരുന്നത്. ഈ മാനേജരും അസിസ്റ്റന്റ് മാനേജരും ഇതിൽ ഗുരുതര സ്വഭാവമുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ലേബി, ഇതിൽ അന്വേഷണം തുടരുക. എന്തായാലും കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൊഴിൽ മന്ത്രി തന്നെ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്.